ഹായ്, ദേ നമുക്കിന്ന് കറുമുറ മുറുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? അതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് കടലമാവ് എടുക്കുക. അതിൻ്റെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടെ എടുക്കുക. ഈ രണ്ട് മാവിൻ്റെ ആവശ്യമുള്ളൂ, മൈദയൊന്നും ചേർക്കണ്ട. ഇത് രണ്ട് മാവും കൂടെ ഒരുമിച്ചൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിൽ ആവശ്യമായ ഉപ്പും ചേർത്ത്, ഒരു സ്പൂൺ കായപ്പൊടിയും ചേർത്ത്, ഒരല്പം മഞ്ഞൾപ്പൊടി, അത് കളർ കിട്ടാനായിട്ട് അതും ചേർത്ത്, ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത്, ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ആദ്യം ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും എല്ലാം മാവിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കാതെ മാവ് മാത്രം കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കി എടുക്കണം. എല്ലാം മിക്സായി വന്നിട്ട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ മഞ്ഞൾ അവിടെ എവിടെയും, മുളക് ചിലപ്പോൾ അലിയാതെ എവിടെയെങ്കിലുമൊക്കെ കിടക്കും. അതുകൊണ്ടാണ് ആദ്യം മാവ് ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറഞ്ഞത്. അതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആദ്യം പുട്ടിനെ നനയ്ക്കുന്നത് പോലെ നനച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളമാക്കി നമ്മൾ ഇടിയപ്പത്തിൻ്റെ പരുവത്തിലേക്ക് ഇതിനെ നനച്ച് കുഴച്ചെടുക്കണം. ആ ഇടിയപ്പത്തിൻ്റെ പരുവാണ് ഇതിൻ്റെ ശരിയായ പരുവം. ആ രൂപത്തിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് മാവിനെ നന്നായിട്ട് ഞെവടി മയപ്പെടുത്തി ഉരുട്ടി വയ്ക്കാം. മാവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ പരുവമാണ്. വെള്ളം കൂടിപ്പോയാൽ മുറുക്ക് മുറിഞ്ഞ് വീഴും. അല്ല ഭയങ്കരമായിട്ട് ടൈറ്റായി പോയാൽ നമുക്ക് പിഴിയാൻ ഭയങ്കര പാടായിരിക്കും, സേവനാടിയിൽ നിന്ന് വരാനും പാടായിരിക്കും. അതുകൊണ്ട് കറക്റ്റായ ആ ഒരു പരുവം കിട്ടിയാലേ നമുക്കത് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. സേവനാടിയിൽ നമുക്ക് ആ പരുവത്തിന് പിഴിഞ്ഞെടുക്കാൻ. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് എണ്ണ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ സേവനാഴിയിലേക്ക് നമുക്ക് കുറേശ്ശെ മാവിടാം. മാവിട്ടിട്ട് ഞാൻ പിന്നെ അത് നിരത്തി വെച്ചത് ഏതിലാന്ന് വെച്ചാൽ ഇതേപോലെ സ്പൂണിൻ്റെ ബാക്ക് വശം, കുഞ്ഞു പാത്രങ്ങളുടെ ബാക്ക് വശം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലെ എടുത്തിടാൻ ഭയങ്കര എളുപ്പം. എണ്ണയിലേക്ക് നേരിട്ട് നമുക്ക് പിഴിഞ്ഞൊഴിക്കുമ്പോൾ എണ്ണയിൽ നിന്നുള്ള ചൂടടിച്ച് നമ്മുടെ കൈ ഭയങ്കര വേദന വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്താണ് വറുത്ത് കോരിയെടുക്കുന്നത്. ഇത് ഭയങ്കര ഈസിയാണ്. എണ്ണയിലോട്ട് കാണിക്കുമ്പോഴേ അത് വന്ന് വീഴും. നമ്മളെ വീട്ടിൽ എന്തായാലും കുഞ്ഞു സ്പൂണുകളോ ഇതേപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ മറുവശത്ത് ഇതുപോലെ പരത്തി, ഇത് ഈ കണ്ണാപ്പ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ബാക്കിൽ ഇതുപോലെ പരത്തി നമുക്ക് എണ്ണയിലിട്ട് ചുട്ട് കോരിയെടുക്കാം. ഈ ഒരു ഗ്ലാസ് മാവ്, ആ കടലമാവിലും ഒരു ഗ്ലാസ് അരിപ്പൊടിയിലും നമുക്ക് ഒരു പാത്രം നിറച്ച് മുറുക്ക് എനിക്ക് കിട്ടി. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.